സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ന്യൂസ് 18 റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. സാംസ്കാരിക സിനിമ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. തലസ്ഥാനത്തെ വികൃതമാക്കുന്ന മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് ന്യൂസ് 18 സെലിബ്രിറ്റി റിപ്പോർട്ടർ ഭാഗ്യലക്ഷ്മി. മ്യൂസിയം, കനകക്കുന്ന് ഭാഗങ്ങളിൽ കൂടുതൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് മാലിന്യം വലിച്ചെറിയുന്നത് നിയന്ത്രിക്കണമെന്നാണ് ഭാഗ്യലക്ഷ്മി എന്ന ഞങ്ങളുടെ റിപ്പോർട്ടറുടെ ആവശ്യം. ശുചിത്വ കേരളം എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, പ്രത്യേകിച്ച് മ്യൂസിയം, കനകക്കുന്ന് ഭാഗങ്ങളിൽ നിരവധി ആളുകൾ ഇപ്പോൾ ലൈറ്റുമൊക്കെ കാണാനും ഫ്ലവർ ഷോ കാണാനുമൊക്കെ നിരവധി ആളുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നത് കൊണ്ട് അവിടെ എല്ലാവരും പല സാധനങ്ങളും വാങ്ങി, ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിച്ച് വഴിനീളെ വേസ്റ്റ് ഇട്ടിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതിനൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയത് അവിടെ ആ വഴിയിൽ ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോകുമ്പോൾ കാണുമ്പോൾ 2 ഡസ്റ്റ്ബിൻ മാത്രമേ അവിടെയുള്ളൂ. ഈ വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ്ബിൻ 2 കാണുന്നുള്ളൂ. അപ്പോൾ ഓരോ മരത്തിൻ്റെ ചോട്ടിലും ഓരോ ഡസ്റ്റ്ബിൻ വെക്കുകയാണെങ്കിൽ കുറേ കൂടി ആളുകൾക്ക് അപ്പോൾ തന്നെ കഴിച്ച് അതിലേക്ക് ഇടാനുള്ളൊരു സൗകര്യം ഉണ്ടാകും എന്നെനിക്ക് തോന്നി. കാരണം ഇപ്പോൾ നമ്മളൊക്കെ എൻ്റെ കുട്ടികളൊക്കെ എന്നോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവർ വേസ്റ്റ് പോക്കറ്റിലിടും. പക്ഷേ എല്ലാവരും അങ്ങനെ പോക്കറ്റിലിടണമെന്നില്ല. പിന്നെ എത്ര നമുക്ക് പോക്കറ്റിൽ കുത്തി നിറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും സഞ്ചിയോ കരുതി അതിലേക്ക് വേണം ഈ വേസ്റ്റൊക്കെ ഇടാൻ. അപ്പോൾ ഇതൊരു നല്ല ആശയമാണെന്ന് തോന്നുന്നു. ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഒരു ഡസ്റ്റ്ബിൻ വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും എല്ലാ സ്ഥലത്തും അങ്ങനെ ഇത് കാണാൻ, മരത്തിൻ്റെ ഫ്രണ്ടിൽ വെക്കണമെന്നില്ല, കുറച്ച് മരത്തിൻ്റെ സൈഡിലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ കാണാൻ അഭംഗി തോന്നുകയുമില്ല, അതേസമയം ആളുകൾക്കത് ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ശുചിത്വ കേരളം, ശുചിത്വ തിരുവനന്തപുരം എന്നൊരു ആശയം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി.